ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഗൈസ്, ദുബായിലുള്ള മിറക്കിൾ ഗാർഡനിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ അത് കയറി കാണണം. അത് ചോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂവും നൈറ്റ് വ്യൂ ആണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഗാർഡൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വളരെ ഭംഗിയായി കാണാൻ സാധിക്കും. അതുപോലെ നൈറ്റ് വ്യൂ നന്നായി കാണാൻ സാധിക്കും. ഏകദേശം 72,000 സ്ക്വയർ മീറ്ററിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 150 മില്യൺ പൂക്കളാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 200 ജോലിക്കാർ 6 മാസം കൊണ്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ മിറക്കിൾ ഗാർഡൻ എന്ന് കേട്ടപ്പോൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ ഫ്ലവർ ഷോ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഇവിടെ തന്നെ നാച്ചുറലായിട്ട് ചെടികൾ നട്ട് വളർത്തി മുളപ്പിച്ച് വളർത്തി അത് പൂക്കളാക്കി പിന്നെ പല മോഡലിൽ പല രീതിയിൽ പല വർണ്ണങ്ങളിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇത് വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമാണിത്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നടപ്പാത ഒഴിച്ച് ബാക്കി എല്ലാം പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. മുകളിലേക്ക് നോക്കിയാലും ചോട്ടിലേക്ക് നോക്കിയാലും വശങ്ങളിലേക്ക് നോക്കിയാലും എല്ലാം പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. എവിടെ നോക്കിയാലും നടപ്പാത ഒഴിച്ച് ബാക്കി എല്ലാം പൂക്കളാണ്. അതും അതിമനോഹരമായ രീതിയിൽ ഏകദേശം 120ഓളം ടൈപ്പിലാണ് ഇത് ഈ പൂക്കളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിവിധ കളറിലും വിവിധ മോഡലിലുമുള്ള വിവിധ തരം പൂക്കൾ കൊണ്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ആർച്ചുകൾ, പല മരങ്ങളുടെ മോഡലുകൾ, ആനയുടെ മോഡല്, പിന്നെ കുതിര, മയില്, അങ്ങനെ വിവിധ തരത്തിലാണ്. ഇത് മരങ്ങളുടെ ചില്ല പോലെ നിർമ്മിച്ചിട്ട് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. വലിയ ഉയരം കൂടിയ മരങ്ങളിലേക്ക് ഇതുപോലെ തന്നെ ചെടികൾ പടർത്തി കയറ്റിയിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നിറയെ പൂക്കളാണ്, എല്ലാ ചെടിയിലും നിറയെ പൂക്കളാണ്. അത് വിവിധ കളറിലുള്ള പൂക്കളും ചെടികളും ഇടകലർത്തിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മുകളിലേക്ക് കയറുന്ന വഴിയാണ്. ആ സ്ലോപ്പിനനുസരിച്ചാണ് അവർ ആ ചെടികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു ആനയാണിത്. ഒറിജിനൽ പച്ചപ്പുല്ലുകൊണ്ടാണ് ആ ആനയുടെ നിർമ്മിതി. ഇതൊരു കാസിലാണ്. അതിൻ്റെ തൂണുകളെല്ലാം വിവിധ തരം പൂക്കൾ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടപ്പാത ഒഴിച്ച് ബാക്കിയെല്ലാം ചെടികളും പൂക്കളും കൊണ്ട് അലങ്കൃതമാണ്. മനോഹരമായ വർണ്ണ ഭംഗിയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇത് വലിയൊരു പനയാണ്. ആ പനയുടെ ഓരോ ചില്ലകളിലേക്കും വ്യത്യസ്ത കളറ് പൂക്കളുള്ള ചെടികളാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇതെല്ലാം നിറയെ പൂക്കളാണ്. ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ഫീഡിങ് സൗകര്യമുണ്ട്, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്, പലതരം സ്റ്റാളുകൾ ഇതിനകത്തുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യങ്ങളുണ്ട്. രണ്ട് മയിലുകൾ, ഇത് പല കളറുള്ള പൂക്കൾ കൊണ്ടാണ് ഈ മയിലുകളെ നിർമ്മിച്ചിരിക്കുന്നത്.
ഇതെല്ലാം മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മനോഹരമാണ്. എല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചുവട്ടിൽ നിന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് എല്ലാം കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം മുകളിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇതിൻ്റെ ഗാർഡൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നതെല്ലാം. ആ പൂക്കളുടെ ഭംഗി ഒന്ന് നോക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആണിത്. അതുപോലെ തന്നെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻ കൂടിയാണിത്. 150 മില്യൺ പൂക്കളാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 200 ജോലിക്കാർ 6 മാസം കൊണ്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് എമിറേറ്റ്സിൻ്റെ A380 ഫ്ലൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇത് പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത കളർ പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. ഒരു പുഷ്പക വിമാനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇത് കുട്ടികളുടെ ട്രെയിനാണ്. ഇതിൻ്റെ അകത്തൊരു റൗണ്ട് ചുറ്റി കൊണ്ടുപോയി ഇതിന് ടിക്കറ്റ് ഉണ്ട്. ഇതിൽ കുട്ടികളുടെ കൂടെ പേരൻസിന് വേണമെങ്കിലും കയറാം. $10 ആണ് ഒരാളുടെ ടിക്കറ്റിന് ചാർജ്. മരത്തുമ്മ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. ഇതൊരു ക്ലോക്കാണ്. അതും വിവിധ തരം പൂക്കൾ കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രെയിൻ റൗണ്ട് ചെയ്ത് വന്നു. എൻ്റെ കൊച്ചുമോൾ അതിലുണ്ട്. ഞങ്ങൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. നിറയെ LED ബൾബ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന LED ബൾബ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനിൽ. അത് കാരണം അതിമനോഹരമാണ് നൈറ്റിൽ ഇത് കാണുമ്പോൾ. ഇതൊരു ആർച്ചാണ്. ഇതുപോലുള്ള ഒരുപാട് ആർച്ചുകൾ ഇവിടെ ഉണ്ട്. ഇത് വിവിധ തരം പൂക്കളുള്ള ചെടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആർച്ചാണിത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ചെടികളോ ഇലകളോ ഒന്നും കാണാനില്ല, പൂക്കൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ. നിറയെ പൂക്കളാണ്. അതുപോലെ തന്നെ നൈറ്റ് ഇത് വിവിധ തരം വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇതുപോലുള്ള ഒരുപാട് ആർച്ചുകൾ ഇവിടെ ഉണ്ട്. പല കളറിലും പല തരത്തിലും പല കളറിലും പല ഡിസൈനിലും ഉള്ള പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആർച്ചുകൾ ഇവിടെയുണ്ട്. ഇത് കുടകൾ കൊണ്ടൊരു വിസ്മയം തന്നെയാണ് തീർത്തിരിക്കുന്നത്. വിവിധ കളറിലുള്ള കുടകൾ നിവർത്തി ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമാണ് ഇത് കാണാനായിട്ട്. ഇതുപോലെയുള്ള ആർച്ചുകൾ വേറെയും ഉണ്ട്. ഇതിൽ പോയാൽ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് എത്തും. ചുവടുഭാഗം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. ഇതിൻ്റെ മുകൾ ഭാഗമാണ് കുടകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ തരം വിവിധ കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നട്ട് നനച്ച് വളർത്തി വിവിധ ഡിസൈനുകളിൽ നട്ടു വളർത്തി പൂക്കളാക്കി നിർത്തിയിരിക്കുന്നതാണിത്. നമ്മുടെ നാട്ടിലുള്ള സെണ്ടുമല്ലി തൊട്ട് സീനിയ, ഡാലിയ, പിന്നെ അങ്ങനെയുള്ള എല്ലാ തരം ചെടികളും ഈ ഗാർഡനിലുണ്ട്. വളരെ മനോഹരമായ ഡിസൈനിലാണ് ഈ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
UAEയുടെ നെറ്റിയിലെ തിലകക്കുറി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര മനോഹരമാണ് ഈ മിറക്കിൾ ഗാർഡൻ. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശിക്കാൻ വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് UAE ഗവൺമെന്റിന് ഈ ഗാർഡൻ വഴി ലഭിക്കുന്നത്. വിദേശ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഗാർഡൻ കൂടിയാണ് ഈ മിറക്കിൾ ഗാർഡൻ. ഈ വിമാനത്തിന്റെ ചക്രം എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് എൻ്റെ കൊച്ചുമോള് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തേക്കണയാണ്. ഈ വഴിയുടെ 2 സൈഡിലും പനകളാണിത്. ഇത് പനയുടെ മോൾ ഭാഗം ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ നിറയെ റൗണ്ടിൽ പൂക്കളുള്ള ചെടികൾ കയറ്റി വിട്ട് റൗണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഡാലിയാണ്. ഇത് നൈറ്റ് ആണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ കളർ തന്നെയാണ്, ഡാർക്ക് കളറാണ്. ഇതിവിടെ വലിയൊരു ഗാർഡൻ തന്നെയുണ്ട് ഇതിൻ്റെ. ഇത് വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇത് ജലധാരയിൽ പല കളറുകൾ ചേഞ്ചായി വരുന്നതാണിത്. മനോഹരമായ കാഴ്ചയാണ്. ധാരാളം ആളുകൾ ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ കളറും ഇതിൽ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഇത് 2 ആനകളാണ്. ഈ ആനകളുടെ തുമ്പിക്കൈയിൽ നിന്ന് എപ്പോഴും വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ കളറും ആനകളുടെ കളറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിൽ ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. മനോഹരമായ പച്ച കളർ കണ്ടോ? മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാർഡന്റെ ചുറ്റും മതിലിന് പകരം ഉയരം കൂടിയ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഒരു കോട്ട പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഗാർഡന് ചുറ്റും മതിൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഗാർഡനിലേക്കുള്ള മിറക്കിൾ ഗാർഡന്റെ എൻട്രൻസ് ആണിത്. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ആണിത്. ബാക്കിൽ നിന്നുണ്ട്. ഗാർഡനിലേക്കുള്ള വഴികളും എല്ലാം മൊത്തം ചെടികളും പൂക്കളുമാണ്. ഇവിടുത്തെ പൂക്കളൊന്നും പറിക്കാൻ പാടില്ല. ഇവിടെ ഇത് നോക്കാൻ ജോലിക്കാരൊന്നും പകൽ സമയത്തില്ല. പക്ഷെ നിറയെ CCTV ആണ്. ഇവര് ഏകദേശം 7 ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ഇത് നനയ്ക്കാൻ തന്നെ ആവശ്യമായി വരുന്നുണ്ട്. ഈ വെള്ളം ഇവർ കണ്ടെത്തുന്നത് UAE നഗരങ്ങളിലുള്ള മലിനജലം ശുദ്ധീകരിച്ച് അത് ആ ജലമാണ് ഈ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. സീസണിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഗാർഡൻ 6 മാസം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വരുന്ന 6 മാസം പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തും ഈ ഗാർഡൻ ഇവർ സൂക്ഷിക്കുന്നത്. മെയ് മാസം അവസാനത്തോടുകൂടി സന്ദർശകരെ നിരോധിക്കും. പിന്നീട് ഇവർ ഈ ചെടികളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്യും. അങ്ങനെ 6 മാസം കൊണ്ട് ഇവർ ഈ മോഡലിലേക്ക് ആക്കിയെടുക്കുന്നു ഈ ഗാർഡൻ. ഇത് ഓരോ വർഷവും ഇതിൻ്റെ മോഡല് മാറ്റിയാണ് അറേഞ്ച് ചെയ്യുന്നത്. 120ഓളം ടൈപ്പിലാണ് ഇപ്പോൾ ഇവർ ഈ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ വർഷവും അതിൽ വ്യത്യാസം വരും. മെയ് മാസത്തിൽ ഇവിടെ പ്രവേശനം ഫ്രീ ആണ്. എമിറേറ്റ്സ് ID ഉള്ളവർക്ക് മാത്രമാണ് ഫ്രീ. നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് ഇവിടെ ടിക്കറ്റ് ഉണ്ട്.
ഇത് പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. പാർക്കിംഗ് ഫ്രീ അല്ല, പാർക്കിങ്ങിന് പൈസയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യം, അതിൽ മേശ കസേരകളൊക്കെ ഉണ്ട്. എൻ്റെ കൊച്ചുമോള് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിരിക്കുക. ഇത് സ്റ്റാളുകളാണ്. ഇതിൽ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ പലതരം കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെയുള്ള പലതരം സാധനങ്ങൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കറങ്ങുന്ന സുന്ദരികളാണ്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് നിർമ്മിച്ച പാവാടയാണ് ഇവർക്ക് ഉള്ളത്. അങ്ങനെ ഒരുപാട് സുന്ദരികൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് നിർമ്മിച്ച പാവാടകൾ. ഇതൊക്കെ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ പച്ചക്കുതിര നിൽക്കുന്നുണ്ട്. നല്ല ഉയരത്തിലുള്ള ഒറിജിനൽ പച്ചപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച 2 മനോഹരമായ കുതിരകളാണ് അവരുടെ അടുത്തുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കാവടിയാണെന്നേ തോന്നുന്നു. പൂക്കാവടിയുടെ അതേ മോഡലിൽ തന്നെയാണ് ചെടികൾ കൊണ്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നിറയെ പൂക്കളുള്ള ചെടികളാണ് പൂക്കാവടിയുടെ മോഡലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ആർച്ച്, ഇത് പൂക്കളും ചെടികളും പുല്ലും കൊണ്ടാണ് ഈ ആർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.